ക്യാപ്പും ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റി എല്ലാം ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ്. ഷോർട്ട് കവറിംഗ് വന്നാൽ മെഗാ റാലി തരാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിലും കൂടുതലാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെ പലരും ചോദിക്കാറുണ്ട്, സാറേ ഈ ഓർഡർ ഫ്ലോയുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഓർഡർ ഫ്ലോ എങ്ങനെയാണ് മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡേഴ്സിന് അല്ലെങ്കിൽ ഒരു ട്രേഡേഴ്സിന് എങ്ങനെ ട്രേഡിങ്ങിൽ നിന്നും പല അബദ്ധമായ കാര്യങ്ങളിൽ നിന്നും ഹെൽപ്പ് ചെയ്യുമെന്ന് പലരും ചോദിക്കാറുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ആൻസർ ആയിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് 2:15 വരെ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ -Δ3748, അതായത് ചെറിയ സെല്ലിങ്ങോട് കൂടി ലോവർ വോളിയം സെക്ടറിലേക്ക് മാർക്കറ്റ് താഴേക്ക് വന്ന് നിൽക്കുകയായിരുന്നു. പക്ഷെ അതിനുശേഷം 2:30 മണിക്കുള്ള ക്യാൻഡിൽ നിങ്ങൾ നോക്കിയായിരിക്കും 5006 ലോട്ട് ബയറും ഒരു സിംഗിൾ ലോട്ട് 4720, രണ്ട് ബിഗസ്റ്റ് ബൈ വന്ന് എൻ്റെ ഡെൽറ്റ പ്ലസിലേക്ക് മാറി. പിന്നെ പയ്യെ നോർമലിലേക്ക് ബൈയിങ് അക്യുമുലേഷൻ വന്നിട്ട് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് കയറി ഒരു ചെറിയൊരു ഫ്ലാറ്റും, അല്ലെങ്കിൽ നിഫ്റ്റി നോക്കി കഴിഞ്ഞാൽ നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 32 പോയിന്റ് പ്ലസിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത ദിവസം. അപ്പോൾ ഒരു ഓർഡർ ഫ്ലോ നമ്മുടെ റൂമിൽ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മുടെ റൂമിലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു എന്താണ്, ഞാൻ ഈ ഭാഗത്ത് മാർക്കറ്റ് സെല്ലിംഗ് ഈസ് നോട്ട് വിസിബിൾ ആൻഡ് ദ ഡൗൺ കെയിം വിത്ത് എ വെരി ലോ വോളിയം. ഐ എം നോട്ട് ടേക്കിംഗ് എനി ഷോർട്ട്സ് ഹിയർ വൺസ് സ്പൈ ടുവേർഡ്സ് 23,580 വരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ എന്താണ് ഈ ഒരു ലോവർ വോളിയം സ്ട്രക്ചറിൽ മാർക്കറ്റ് മൂവ് ചെയ്താണ്. ഇപ്പം നമ്മുടെ മെന്റർഷിപ്പ് ബാച്ചിൽ മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോ വെച്ചുള്ള ഇൻഡെപ്ത് അനാലിസിസും ലൈവ് മാർക്കറ്റ് ബിഹേവിയറും പഠിച്ചുകൊണ്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഈ വരാൻ പോകുന്ന ജൂൺ ബാച്ചിൽ മെഗാ ബാച്ചിൽ ജോയിൻ ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തമിഴിൽ കാണിച്ച നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. പരസ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മാർക്കറ്റിന്റെ സ്ട്രക്ചറിലേക്ക് പോവാം. ഇന്ന് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു ഗംഭീര ഗ്യാപ് ഡൗൺ ഒന്നും അല്ല. നിഫ്റ്റി ഒരു ഇന്നലത്തെ പ്യൂസിന്റെ ഭാഗത്ത് ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് താഴേക്ക് വന്നിട്ട് ആശാൻ എന്ത് ചെയ്തു, ഇന്നലത്തെ POC ടെസ്റ്റ് ചെയ്ത്, അതായത് സ്പോട്ട് മാർക്കറ്റ് ഇന്നലെ ന്യൂട്രൽ ഡേ ആയിരുന്നു. ഇന്നലത്തെ POC കൃത്യമായി സ്പോട്ട് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്ത് ഒരു സ്മോളർ പി ഷേപ്ഡ് പ്രൊഫൈലോട് കൂടി നിന്നു. ഇന്ന് ഒരു വലിയൊരു കാര്യമാണ്, ഇന്നലത്തെ ഹൈ സ്പോട്ട് മാർക്കറ്റിൽ മാർക്കറ്റ് ഇന്ന് ഹൈ കട്ട് ചെയ്തു. എന്നാൽ ഇന്നലത്തെ ലോവർ ലെവൽ സ്ട്രക്ചർ മാർക്കറ്റ് കട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റിനെ സംബന്ധിച്ച് പുതിയ ലോ ഉണ്ടാക്കി പോകുന്ന മാർക്കറ്റ് ആ ഒരു സിനാരിയിൽ നിന്ന് പാത ഒന്ന് മാറി ചലിക്കാൻ തുടങ്ങിയതാണ് എനിക്ക് കൃത്യമായിട്ട് മാർക്കറ്റിൽ നിന്ന് ഒബ്സർവ് ആവുന്നത്. ഒരു പി ഷേപ്ഡ് പ്രൊഫൈൽ, അതായത് നമ്മൾ ഷോർട്ട് കവറിംഗ് പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു ലോങ് ബിൽഡപ്പ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലായിട്ട് വരുന്നത്. അതുകൂടാതെ 23,478 ഭാഗത്ത് എക്സാക്ട്ലി മാർക്കറ്റ് റെസൻസ് എടുത്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്യും. ഇപ്പൊ ചുരുക്കി പറഞ്ഞ നിഫ്റ്റി ഓപ്പൺ ഓപ്ഷൻ ഇന്നത്തെ റേഞ്ചിൽ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. POC ടച്ച് ചെയ്തതിനു ശേഷം ഒരു പെർഫെക്റ്റ്ലി ഒരു പി ഷേപ്ഡ് പ്രൊഫൈലായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ലെവൽസ് അധികം മാറ്റി വരയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, മാർക്കറ്റ് ഒരിടത്തും പോയിട്ടില്ല. അവിടെ തന്നെ കറങ്ങി നിൽക്കുകയായിരുന്നു. അപ്പൊ 23,414 ഭാഗത്തേക്ക് ഞാൻ ആ POC വന്നു. 23,414 ഭാഗത്തേക്ക് ഞാൻ ആ POC കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ബെയറിഷ് റെഫറൻസ് ഞാൻ ഏതൊക്കെ മാറ്റി 23,250 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് ഞാൻ ബെയറിഷ് റെഫറൻസിനെ ഒന്ന് തട്ടി മാറ്റിയിട്ടുണ്ട്. അതൊരു ചെറിയൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട് 23,250 ഭാഗത്ത്. ഫസ്റ്റ് ടാർഗറ്റ് 23,200 ഭാഗത്തേക്ക് വരാം. 23,200 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് വരാം. സെക്കൻഡ് ടാർഗറ്റ് 23,155 23,155 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് 23,090 ഭാഗത്തേക്കും വരാം. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഓർഡർ ഫ്ലോ ആയിട്ട് ഹെവിയിലൊരു ബൈയിങ് മാർക്കറ്റിൽ കാണുന്നുണ്ട്. ആ ബൈയിങ് ഉള്ളതുകൊണ്ട് മാർക്കറ്റ് നാളെ ഈ 23,480 കട്ട് ചെയ്താൽ ഇനി ബുള്ളിഷ് റെഫറൻസ് സെയിം ആണ്. 23,480 മുകളിൽ ബൈ എടുക്കാം. 530, 590, 655 എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ് മാർക്കറ്റ് വരുന്നത്. ഇന്ന് മാർക്കറ്റ് ഈ ബെയറിഷ് റെഫറൻസിന്റെ ഭാഗത്ത് എക്സാക്ട്ലി ഒരിടത്തും പോയില്ല. POC അവിടെ കിടന്ന് കൃത്യമായിട്ട് കളിച്ച്, ഇന്നലത്തെ POC കിടന്ന് കളിച്ച്, വാല്യൂരിയം കിടന്ന് കൃത്യമായി കളിച്ച് ഒരു പി ഷേപ്ഡ് പ്രൊഫൈൽ. അപ്പൊ ഇന്നത്തെ പ്രൊഫൈലിന്റെ ഹൈക്ക് മുകളിൽ ഒരു ഷോർട്ട് കവറിങ് യഥാർത്ഥത്തിൽ വരും. ആ ഷോർട്ട് കവറിങ് വേണമെങ്കിൽ ഈ ഒരു 23,623 മുകളിലും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ POC ആയ 23,905 ഭാഗത്തേക്കും പോകാം. ദിസ് ടൈം മാർക്കറ്റ് 23,250, 200 ബെൽറ്റ് പൊട്ടുകയാണെങ്കിൽ നിഫ്റ്റി എങ്ങോട്ട് വരാം? 22,980, 22,900 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നാളെ റിസർവ് ബാങ്ക് RBIയുടെ MPC മീറ്റിംഗിന്റെ ഔട്ട്കം നാളെ 10 മണിക്ക് വരും.
സോ ആർ ബി ഐയുടെ ഭാഗത്ത് എന്തെങ്കിലും സർപ്രൈസ് വരുമോ, അല്ലെങ്കിൽ ഈ വരാൻ എന്തെങ്കിലും ന്യൂസ് LTC ന്യൂസ് ഒക്കെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇതിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ട് മാർക്കറ്റിൽ സംഭവിക്കുകയാണെങ്കിൽ നാളെ അടപടലം കിടില ഒരു മൂവ്മെന്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് പറയാം, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, നമ്മൾ ഈ ഒരു റേഞ്ചിൽ കിടന്ന് കഴിഞ്ഞ മാസം 11-ാം തീയതി തൊട്ട് ഏകദേശം ഈ ഒരു റേഞ്ച് 23,256-നും 23,850 ഇടയ്ക്കുള്ള റേഞ്ച് തന്നെയാണ് നിഫ്റ്റി കിടന്ന് കളിക്കുന്നത്. ഇടയ്ക്കൊന്ന് റേഞ്ച് പൊട്ടി മുകളിലോട്ട് പോയെങ്കിൽ കൂടെ തിരിച്ച് ആ ഭാഗത്തൊക്കെ തന്നെ കൃത്യമായിട്ട് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൃത്യമായിട്ട് മാർക്കറ്റിനെ കുറിച്ച് പറയേണ്ടത് ഇതാണ്. ഇപ്പോൾ ഒരു നിഫ്റ്റി ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ്. ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം മാർക്ക് വെച്ചേക്കുക. ഇന്നത്തെ ഹയർ ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഹെവി ഒരു ഷോർട്ട് കവറിങ്ങിന് പോസിബിൾ ആയ ഒരു ദിവസം കൂടെയാണ്. ഇനി ബാങ്ക് നിഫ്റ്റി ഒരു സ്മോൾ പി ആണ്, വ്യത്യാസമൊന്നുമില്ല. ബാങ്ക് നിഫ്റ്റി ഇന്നലത്തെ POസിന്റെ ഭാഗത്തുനിന്ന് വന്നില്ല. ന്യൂട്രൽ സ്റ്റീം അപ്പായ ദിവസം ഫീൽഡ് ഓപ്ഷൻ വന്ന ബാങ്ക് നിഫ്റ്റിയാണ്. ട്രെൻഡ് ചേഞ്ച് യഥാർത്ഥത്തിൽ പിടിച്ച് കെട്ടിയ ദിവസമായിരുന്നു. 53,770 പൊട്ടിയത് പോലും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചില്ല. അപ്പം ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ പറയാം ബുള്ളിഷ് റെഫറൻസ് കട്ട് ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും ഒക്കെ തന്ന ദിവസമാണെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. സോ ഞാൻ ബെയറിഷ് റെഫറൻസ് POC കൊണ്ടുവന്ന് 54,293 ഭാഗത്തേക്ക് ഞാൻ ആ POC ഒന്ന് കൊണ്ടുവരുന്നത്. എത്രയാണ്? 54,293 ഭാഗത്തേക്ക് ഞാൻ POC കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബെയറിഷ് റെഫറൻസ് പറഞ്ഞാൽ 53,779. ഇന്നലത്തെ വാല്യൂ ഏരിയ ലോ ബെയറിഷ് റെഫറൻസ് ആക്റ്റീവ് 53,779 ഭാഗത്തേക്ക് ആക്ട് ചെയ്യുക. ഫസ്റ്റ് 53,617 53,617 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് 53,617 53,400 53,400 53,400 ഭാഗത്തേക്കും അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 53,158 എന്നുള്ള ഇന്നലത്തെ POസിന്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് എനിക്ക് താഴേക്കുള്ള റെഫറൻസ് ലെവല്. ബുള്ളിഷ് റെഫറൻസ് ലെവൽ ഒരു മാറ്റമില്ല. 54,527 മുകളിൽ ബൈ, 54,688, 54,875, 54,055 എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സ് നടക്കണമെന്ന് വെച്ചാൽ വീട്ടിൽ കുറച്ച് പണി നടക്കുന്നത് കാരണം ഈ ബിൽഡിങ്ങിന്റെ വർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ വീട് പണി നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു തെല്ലുള്ള കാര്യമുള്ള കൊണ്ട് മാത്രമാണ് ഈ സൗണ്ട് നോയ്സ് ബാക്കി വരുന്നത്. ദയവായിട്ട് ക്ഷമിച്ചേക്കുക. അത് എടുക്കുന്നില്ല വിചാരം. എന്നാലും ആരും ഉണ്ടെങ്കിൽ ആരും കമന്റ് ചെയ്യില്ലേ സാറേ സൗണ്ട് മോശമായിട്ട് വന്ന്, ഈ ഒരു റീസൺ കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇനി മിഡ് ക്യാപ്പിന് നോക്കാം. സോ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ഓപ്ഷൻ നോർമൽ പി ഷേപ്ഡ് പ്രൊഫൈലാണ്. ഇനി മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെർഫെക്റ്റ്ലി ഒരു ഓപ്പൺ ഓപ്ഷൻ പി ഷേപ്ഡ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ്പ് എല്ലാം പി ഷേപ്ഡ് പ്രൊഫൈലാണ്. ഒരു മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡർ എപ്പോഴും കീനായിട്ട് വാച്ച് ചെയ്യുന്നതാണ്. ഒരു പി പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഷോർട്ട് കവറിങ് അല്ലെങ്കിൽ ലോങ് ബിൽഡപ്പ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ്. ഈ പ്രൊഫൈലിന്റെ ഹയർ ലെവൽ സ്ട്രക്ചർ മാർക്കറ്റ് കട്ട് ചെയ്യുമെങ്കിൽ ഹെവി ഒരു അപ്വേർഡ് മൂവ്മെന്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മിഡ് ക്യാപ്പിന്റെ POC വന്നിരിക്കുന്നത് 14,240 ഭാഗത്താണ് POC. ഞാൻ ആ POC ഒന്ന് മാർക്ക് വയ്ക്കാം. 14,240 ഭാഗത്തേക്ക് 14,240 ഭാഗത്തേക്ക് ഞാൻ POC ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 14,087 എന്നെ സംബന്ധിച്ച്. 14,100 ഞാനൊരു ബെയറിഷ് റെഫറൻസ് ആയിട്ട് എടുക്കും. ഫസ്റ്റ് ടാർഗറ്റ് 14,050 ഭാഗം, 14,050 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് 14,000 ഭാഗത്തേക്ക് വരാം. തേർഡ് 13,945 എത്രയാണ്? 13,945 13,945 ഭാഗം. ഇതാണ് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാനുള്ള ലോവർ സ്ട്രക്ചർ ലെവല്. ബയറിൽ ഇന്ന് ഫസ്റ്റ് ടാർഗറ്റ് ബുള്ളിഷ് റെഫറൻസ് കട്ടി ഫസ്റ്റ് ടാർഗറ്റ് തന്നതുകൊണ്ട് ഞാൻ ആ ബുള്ളിഷ് റെഫറൻസ് നമ്പർ ഇനി ഞാൻ ആക്കുന്നത് 14,365 മുകളിൽ മാത്രമേ ഒരു ബൈ ഉള്ളൂ. അത്രയാണ് 14,360 14,300 മുകളിൽ ഞാനൊരു ബൈയെ കുറിച്ച് 14,300 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കും. ഫസ്റ്റ് ടാർഗറ്റ് 14,365, അത് ഇന്നലത്തെ POCയുടെ ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് 14,428, അതാണ് 14,428 ഭാഗത്തേക്ക് വരാം. തേർഡ് 14,500, 14,480 14,480 ഭാഗത്തേക്ക് വരും. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാനുള്ളത്. സോ മിഡ് ക്യാപ്പും ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റി എല്ലാം ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ്. ഷോർട്ട് കവറിങ് വന്നാൽ മെഗാ റാലി തരാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിലും കൂടുതലാണ്. അപ്പോൾ കൃത്യമായിട്ട് ലെവൽ മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.